ഈ കടുത്ത വേനലിൽ റൂമിനകം തണുപ്പിക്കാനുള്ള പുതിയ തന്ത്രങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഈ ചാക്കിലുള്ളത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് ചാക്കിലും കിട്ടും, അതുപോലെ കട്ടകളായും കിട്ടും. ഈ ചാക്ക് 150 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. എന്നാൽ കട്ടകളാണെങ്കിൽ 140 രൂപയ്ക്ക് ഇതിൻ്റെ പകുതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചാക്ക് തന്നെ വാങ്ങിയത്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും. ഈ ചകിരിച്ചോറിനെ നമ്മൾ ടെറസിലേക്ക് വിരിക്കാനാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ആദ്യം ഇതിനെ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും കഴുകുന്നത് നല്ലതാണ്. കാരണം ഇതിലൊരു തരം ചകിരിയുടെ കറയുണ്ടാകും, അത് പോയി കിട്ടും. മാത്രമല്ല കട്ടകളായി കിടക്കുന്ന ഈ ചകിരികൾ ചിതറിയിടാൻ എളുപ്പവുമാവും. ചെടികൾക്ക് ഉപയോഗിക്കാനാണെങ്കിൽ മിനിമം 2 പ്രാവശ്യമെങ്കിലും കഴുകണം. ഈ കറ ചെടികൾക്ക് ഒട്ടും നല്ലതല്ല. നമുക്ക് ടെറസിൻ്റെ മുകളിലിടാനായതുകൊണ്ട് കഴുകിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇത് കഴുകുമ്പോൾ കയ്യിൽ കിട്ടുന്നതൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ തോർത്തുകൊണ്ട് ഉപയോഗിച്ച് ഇത് ഊറ്റി പിഴിഞ്ഞെടുക്കണം. കട്ടകളാണ് വാങ്ങിച്ചതെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മുടെ ആവശ്യത്തിലേക്ക് നേരെ എടുത്താൽ മതി. അതിൽ കറകളൊന്നും ഉണ്ടാവില്ല. ചകിരിച്ചോറ് ടെറസിന് മുകളിൽ യാതൊരു കാരണവശാലും നേരിട്ട് വിതറാൻ പാടില്ല. കാരണം ചകിരിച്ചോറ് വെള്ളത്തെ പരമാവധി പിടിച്ചു നിർത്തും. ഇത് കോൺക്രീറ്റിൻ്റെ ദോഷമാണ്. ഈ ഈർപ്പം കൊണ്ട് കോൺക്രീറ്റിന് പൂപ്പൽ വരാനും ചോർച്ച വരാനും സാധ്യതയുണ്ട്. ഇത് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഇതുപോലെ ഒരു ടാർപ്പായ വിരിച്ച് അതിൽ മാത്രം ചകിരിച്ചോറ് നിരത്തുക. എന്നാൽ കോൺക്രീറ്റിന് നേരിട്ട് ഈർപ്പം പറ്റില്ല. ഇങ്ങനെ ചകിരിച്ചോറ് നിരത്തിയ ശേഷം ഇടയ്ക്ക് നനവ് കൊടുത്താൽ മാത്രം മതി. റൂമിൽ നല്ല തണുപ്പ് തന്നെയായിരിക്കും. ഇതുപോലുള്ള ജീവിത ചുറ്റുപാടിൽ നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഈ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.